ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നിങ്ങൾ വരച്ച ഒരു ചിത്രം അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലുള്ള ഒരു ചിത്രം അത് ക്യാമറയിലൂടെ നോക്കുമ്പോൾ അത് ചലിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് പ്രമുഖ ഫോട്ടോ എഡിറ്റർമാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒറ്റ സ്റ്റിൽ ഫോട്ടോയിൽ നിന്ന് 3D ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഒറ്റ സ്റ്റിൽ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 2D ഇമേജ് ആയിരിക്കും. അതായത് ക്യാമറയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡാറ്റ ഒന്നും അതിൽ കാണാൻ സാധിക്കില്ല. ഒരു 3D ഇമേജ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പല ആംഗിളിൽ നിന്നുള്ള ഡാറ്റ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒറ്റ സ്റ്റിൽ ഫോട്ടോയിൽ നിന്ന് നമുക്ക് 3D ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സാധിക്കാത്ത ഒരു കാര്യമാണ് എന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. ഈ വിശ്വാസത്തെ തകർത്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണും അതുപോലെ ഫേസ്ബുക്കിന്റെയും ഗവേഷകർ സിംഗിൾ സ്റ്റിൽ ഫോട്ടോയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ആനിമേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അത് നമ്മൾ ആ ഒരു ആനിമേറ്റ് ചെയ്ത ആ ഒരു ഇമേജ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും വളരെ റിയൽ ആയിട്ടാണ് അത് തോന്നുന്നത്. ഫോട്ടോ മേക്കപ്പ് എന്നാണ് ഈ അൽഗോരിതത്തിന് പേരിട്ടിരിക്കുന്നത്. ജൂൺ 19 നടന്ന കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് പാറ്റേൺ റെക്കഗ്നിഷനിലാണ് ഇത് അവതരിപ്പിച്ചത്. നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ ആനിമേറ്റ് ചെയ്ത് കാണിച്ചാണ് ഇത് അവതരിപ്പിച്ചത്. അതുപോലെ നമുക്ക് പെയിന്റിങ്ങുകളും മറ്റു പല ഇമേജുകളും നമുക്ക് ആനിമേറ്റ് ചെയ്ത് കാണിക്കാം എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് പെയിന്റിങ്ങിലെ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിലെ രൂപത്തിന് ഫ്രെയിമിൽ നിന്ന് പുറത്ത് നടക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നവർക്ക് തോന്നും. ഫ്രെയിമിൽ എവിടെയാണോ ആ ഒരു ചിത്രമുള്ളത് ആ ഭാഗം ഓട്ടോമാറ്റിക് ആയി കളർഫിൽ ആവുകയും ചെയ്യും. ഫോട്ടോ മേക്കപ്പ് എന്ന അൽഗോരിതത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിന് ഒറ്റ സ്റ്റിൽ ചിത്രത്തെ ഓടുന്നതായോ നടക്കുന്നതായും ഇരിക്കുന്നതായോ ഒക്കെയുള്ള 3D മോഡൽസ് ആക്കി മാറ്റാൻ സാധിക്കും. ഓഗ്മെന്റ് റിയാലിറ്റി ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ഈ ഒരു 3D മോഡൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നോളജി വരുന്നതോടെ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പെയിന്റിങ്സ് ഒക്കെ നമുക്കിങ്ങനെ ചലിക്കുന്ന രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച കാണിക്കുന്ന ഇൻവെൻഷൻസ് ആണ് ഈ ഡീപ് ഫേക്ക് വീഡിയോ, അതുപോലെ നമ്മുടെ ഫോട്ടോ മേക്കപ്പ് തുടങ്ങിയവയൊക്കെ. ഇൻപുട്ട് നൽകുന്ന പിക്ചേഴ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും. AI അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒന്നാണ് കാലം കഴിയുന്തോറും കൂടുതൽ അഡ്വാൻസ്ഡ് ആവും എന്നുള്ളത്. മനുഷ്യന് സാധിക്കാത്ത പല കാര്യങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇതിന്റെ ഗുണവും ദോഷവും ഭാവിയിൽ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ആനിമേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ കൂടുതലായി അവരെ ബാധിച്ചേക്കാം എന്നും പറയുന്നുണ്ട്. AI സഹായത്തോടെ ഭാവിയിൽ ഡീപ് ഫേക്ക് വീഡിയോകളും ചിത്രങ്ങളും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. വരും വർഷങ്ങളിൽ ഇതൊക്കെ ഒരു മൊബൈൽ ആപ്പായി വരാനുള്ള ചാൻസുമുണ്ട്. കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന നമ്മുടെ മനസ്സിനെ ഭാവിയിൽ മാറ്റി ചിന്തിക്കാൻ പഠിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മിഷാന.